2035 സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഏതാ? ഇന്ത്യൻ വിമാനം. ഇന്ന് ആ കല്ല് എവിടെയോ അവർ ഒളിച്ചു വച്ചിരിക്കുക. 1, സൂര്യൻ ഉറങ്ങും. 2, രക്തചന്ദ്രൻ. 3, ഇസ്രയേലിന്റെ ആലയം പണിയും. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും. അവനെ വണങ്ങാൻ പറയും. യഹൂദൻ വണങ്ങത്തില്ല. അന്ന് അവന്റെ തല വെട്ടിമാറ്റും. സ്വോത്രം. തീർന്നില്ല. അടുത്തത് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അന്നത്തെ സമയം അതിവിടെ വായിച്ചോട്ട് പാസ്റ്റർ കേൾക്കട്ടെ. ഞാൻ ബ്ലഡ് മൂണിലേക്ക് പോവാ. അടുത്ത പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും, സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും എല്ലാരും കസേരയിൽ ഇളകുമെന്ന്. അടുത്തത് വായര് സകല ദാസര സഹോദരനും. ഇവിടുത്തെ MLA MP അങ്ങ് ഉറക്കം കിട്ടാതെ ഓടുവന്നു. സ്വോത്രം. പ്രളയങ്ങളിലും മലപ്പാറകളിലും. അവർ ആത്മഹത്യ ചെയ്യത്തില്ല പ്രകൃതി ദുരന്തം കണ്ടാൽ. അടുത്തത് ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും. കോവിഡ് അല്ല വലുത്. ഈ പ്രകൃതി ദുരന്തം 10,000 മരിക്കുമ്പോൾ അവർക്കറിയാം വെള്ളത്തിൽ ചാടിയ ശരീരം മരിക്കും, ആത്മഹത്യ ചെയ്യത്തില്ല. അതുകൊണ്ട് അവരെന്ത് പാറയുടെ കീഴിൽ ചെന്നിരിക്കും. പൊട്ടിക്കുന്ന പാറയുടെ കീഴിൽ കർത്താവെ ഒന്ന് തലേ വീഴണേന്ന് വായിച്ചാട്ട് മോനെ. ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ മുഖം കാണാതെ വേണ്ട. അത്യുന്നതന്റെ സിംഹാസനം കാണാതെ മുഖം പറയ്ക്കും. കേരളം ചരിത്രം ഓക്കി ചുഴലിക്കാറ്റടിച്ചു. കേരളത്തിലെ ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയൻ എവിടെ ചെന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് പോയി. അവിടുത്തെ ജനം ഇളകിയപ്പം പുള്ളി സ്ഥലം വിട്ടു. സ്വോത്രം. ഞങ്ങളുടെ സുഹൃത്ത് ADGP മനോജ് അബ്രഹാം ആ പുള്ളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. സ്വോത്രം. തന്റെ ഇടത്തോടെ എന്ന് പറയാം. സ്വോത്രം. ഒരു രാഷ്ട്രീയക്കാരും കേൾക്കണ്ട. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വടക്കമ്പരവൂർ MLA പ്രളയം വന്നപ്പോൾ എന്താ ചെയ്തത്? സ്കൂളിന്റെ മേളിയിരുന്ന് നിലവിളിക്കുക, സാറേ സാറേ ഹെലികോപ്റ്റർ വിടാൻ. സ്വോത്രം. അടുത്തത് കണ്ടില്ലേ? ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ എല്ലാം കൂടെ പറയാ വോട്ട് വിടാൻ. എന്റെ സുഹൃത്ത് സീനിയർ റാന്നി MLA രാജു എബ്രഹാം ഒരുമിച്ച് ഞങ്ങൾ ആഹാരം കഴിച്ചവർ. പ്രളയം വന്നപ്പോ ഞാനൊന്ന് വിളിച്ചപ്പോ രാജു സാറ് പറയാ ഞാൻ 2ാം നിലയുടെ മേളിൽ നിൽക്കുക നാട്ടുകാരെ രക്ഷിക്കാനെന്ന്. സ്വോത്രം. കണ്ടില്ലേ? ഭൂമിയിലെ സകല നേതാക്കന്മാര്, മതത്തിന്റെ പ്രമാണികള്, രാഷ്ട്രീയ നേതാക്കന്മാര് ഇളകുന്ന ഒരു കാലം ഇവിടെ വരുമെങ്കിൽ ഓക്കി കണ്ടില്ലേ? ചുഴലിക്കാറ്റ് കണ്ടില്ലേ? പ്രളയം കണ്ടില്ലേ? സകല നേതാക്കന്മാര് ടെലിവിഷനകത്ത് കിടന്ന് നിലവിളിക്കുന്നില്ലേ ഹെലികോപ്റ്റർ വിടാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നേതൃത്വം തകരുമ്പോൾ ചങ്കത്ത് കൈവച്ച് പറയണ ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക്. രാജാക്കന്മാരുടെ രാജാവായി എന്റെ യേശു വരാൻ കാലമായി. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാക്, ചന്ദ്രൻ രക്തതുല്യമാക്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. പ്രകാശം കിട്ടാത്തൊരു കാലം. സ്വോത്രം. സൂര്യന്റെ പ്രകാശം കിട്ടിയ ഭൂമി പിന്നെ ആരാ ലൈറ്റ് തരും? ജനറേറ്റർ ഉണ്ടോ? അന്ന് ഭൂമി അന്ധകാരം ഭൂമിയെ. ബാക്കി പറയാം അമ്മാമേ. കൂരിരുട്ട്. സന്തോഷമില്ല. സ്വോത്രം. ഇത് സയൻസ് അന്ത്യകാലത്തിന്റെ എല്ലാവരും വിചാരിച്ചാൽ ചിപ്പ് പറയാൻ വന്നതാണ്. ഞാൻ ഇവിടെ വന്ന ഇവിടെ ബോസിനോട് ചിപ്പല്ല സ്വോത്രം. ബാക്കി ഉക്രൈൻ കേൾക്കുമ്പോൾ അറിയാം എവിടം വരെ ആയെന്ന്. സ്വോത്രം. അതുകൂടെ പറഞ്ഞിട്ടേ നിർത്തൂ നിങ്ങൾ എഴുന്നേറ്റാലും. സ്വോത്രം. അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. പറയുന്നത് സജു ചാത്തന്നൂറല്ല, ഇന്നത്തെ ISRO ചെയർമാൻ J. സോമനാഥ്. എല്ലാ ഇന്റർനെറ്റിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ഉറങ്ങാൻ പോവാന്ന്. സ്വോത്രം. ഈ ഹീലിയം അവിടെ പെരുകി. ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മട്ടത്രികോണം ഇംഗ്ലീഷിൽ ഒരു പ്രാവശ്യം ഡൈവേർഷൻ കൊടുക്കുക. സെന്റർ സിറ്റുവേറ്റഡ് ദ സൺ, ദ റേസ് കം ടു ദ എർത്ത്, diverted to the moon. സൂര്യൻ പ്രകാശിക്കും, ഭൂമിക്ക് വെളിച്ചം. രാത്രിയിൽ വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങിയാൽ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. അന്ന് ചന്ദ്രൻ ഉണ്ടാകുന്ന പ്രതിഭാസമായ രക്തചന്ദ്രൻ, ബ്ലഡ് മൂൺ. വിതുരയിലെ ചന്ദ്രൻ ചേട്ടനല്ല, ചന്ദ്രൻ രക്തതുല്യമാകും. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം, ചന്ദ്രൻ രക്തതുല്യം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണെങ്കിൽ രക്തചന്ദ്രനും ഇസ്രായേലും. കേൾക്കണം, സംഭവിക്കാൻ പോവാ. ഈ കോവിഡ് കാലത്ത് യഹൂദം കൊണ്ട് ഇവിടെ ഇത്രയും പേര് മരിച്ചു വീണപ്പം ആരെ കൊണ്ട് കത്ത് കൊടുത്തെന്നറിയാമോ? UN സെക്രട്ടറിയുടെ കൊണ്ട് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി വേണമെന്ന്. സ്വോത്രം. അമേരിക്കൻ പ്രസിഡന്റിനോട് പറയും പള്ളി വേണമെന്ന്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ എത്ര രക്തചന്ദ്രൻ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യാം. ബൈബിൾ ഉള്ളവർ ആ വാക്യങ്ങൾ പുറകെ വായിക്കും. 1ാമത്തെ രക്തചന്ദ്രൻ, ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു 1ാമത്തെ രക്തചന്ദ്രൻ. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി ആകാശത്തെ രക്തചന്ദ്രൻ പെസകാവ്യാഴം. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. ആ പെസകാവ്യാഴത്തിൽ അന്ന് കാൽവറി ക്രൂശീകരണം കണ്ട യഹൂദന്മാർക്ക് അറിഞ്ഞൊരു കാര്യമുണ്ട്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും അന്ന് ഭവിക്കട്ടെ. അതുകൊണ്ടല്ലേ മട്ടാഞ്ചേരി വന്ന് മുട്ടക്കച്ചവടം നടത്തിയത്. സ്വോത്രം. അബ്രഹാമിന്റെ കൊച്ചുമക്കൾ വചനത്തോട് മറുതലിച്ച ഏതവനെയും വെട്ടാൻ ദൈവത്തിന്റെ ഈ വടിയുണ്ട്. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. അവറാച്ചന്റെ മക്കൾ ആ ക്രൂശിനോട് മത്സരിച്ചപ്പോൾ കൊച്ചി മട്ടാഞ്ചേരി ഒന്ന് മുട്ടക്കച്ചവടം നടത്തിയെന്ന്. സ്വോത്രം.
അതാ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തുനിന്ന് 5 വൻകരകളിൽ അന്ന് കടലിന്റെ ശാസ്ത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ പേര് ക്രിസ്റ്റഫർ കൊളംബസ്. PSCയുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം. അവൻ എന്തോ ഇത് നല്ലതുപോലെ പഠിച്ചു. സ്പെയിനിലെ രാജാവ് ഫെർഡിനൻഡ്, ബൈബിൾ ആൻഡ് ഹിസ്റ്ററി. ആ സ്പെയിനിലെ രാജാവ് ഫെർഡിനൻഡ് ഭാര്യ ഇസബല്ല, അവരെ രണ്ടുപേരെടുത്ത് പെസകാവ്യാടത്ത് ചെറുക്കൻ ചെന്ന് പറഞ്ഞു എന്താണ്. ക്രിസ്റ്റഫർ കൊളംബസ് പറഞ്ഞു, സാറേ ഒരു വള്ളം മേടിക്കാൻ കാശ് തരണം, അങ്ങോട്ട് പോയാൽ ദ്വീപ് കിട്ടും. രണ്ടുപേരും പറഞ്ഞ് നിന്റെ തലയ്ക്ക് ഭ്രാന്താന്ന് പൊക്കോളാൻ. സ്വോത്രം. വടക്കോട്ട് പോയ ദ്വീപ്. അവ ഇങ്ങോട്ട് വന്ന് ചരിത്രം കേൾക്കണം. ഇങ്ങോട്ട് വന്നപ്പോൾ യഹൂദന്റെ സിനഗോഗ്, താടി വെച്ച കുറെ അപ്പച്ചന്മാരിക്കുന്നു. മോനെ നീ എന്തിനാ കരഞ്ഞോണ്ട് വരുന്നത്? അവരും യവനും ഒരു യഹൂദന. അപ്പ പറഞ്ഞ് റബ്ബി വടക്കോട്ട് പോയ ഒരു ദ്വീപ് കിട്ടുമെന്ന് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കി. അപ്പ റബ്ബി പറഞ്ഞ് കഴിഞ്ഞ ദിവസം രക്തചന്ദ്രനെ കണ്ട് കൺവെൻഷൻ വെച്ചിരുന്ന സ്വോത്രാഴ്ച പാത്രം മുഴുവൻ അവന് തട്ടിയിട്ട് കൊടുത്തു. സ്വോത്രം. അവനൊരു വള്ളം പേടിച്ചു, വടക്കോട്ട് തുഴഞ്ഞു. അലഞ്ഞു കിടക്കുന്ന യഹൂദന് ഒന്നാമത്തെ രക്തചന്ദ്രനിൽ ഏത് സ്ഥലം കിട്ടി? അമേരിക്ക. സ്വോത്രം. നെടുമങ്ങാട് ദർശനയിലും തിരുവനന്തപുരത്ത് ടാൻഡത്തിലും പട്ട സഭയറിലും പോകുമ്പോൾ ഓർത്തോണം, അമേരിക്ക കണ്ടുപിടിച്ചത് ആര്? ക്രിസ്റ്റഫർ. മിണ്ടുന്നില്ലല്ലോ. കൊളംബസ്. കുഞ്ഞുങ്ങളും പറയുന്നില്ല 10 രൂപയുടെ ചായ എനിക്ക് ഫ്രീ ഈ കൺവെൻഷൻ വഴി. സ്വോത്രം. PSCയുടെ പരീക്ഷയ്ക്ക് ആദ്യം ചോദിക്കും ക്രിസ്റ്റഫർ കൊളംബസ്. ഒന്നാമത്തെ രക്തചന്ദ്രൻ ക്രിസ്റ്റഫർ കൊളംബസ്. യഹൂദനുമായിട്ടുള്ള ബന്ധം. ആലയം കിട്ടിയോ? ഇല്ല. രണ്ടാമത്തെ രക്തചന്ദ്രൻ 1948 ഏപ്രിൽ മാസം 14 പെസഹാ വ്യാഴം. അന്ന് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ചരിത്രം. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ 2ാം ലോക മഹായുദ്ധത്തെ ആറ്റം പൊട്ടിച്ച ശാസ്ത്രജ്ഞന്റെ പേര് ടിക്കോ ഫെർമി. അവനോട് ചോദിച്ചു, മോനെ എന്തോ വേണം? ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം വേണം. ബൈബിളിനകത്ത് അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? കൊച്ചി മട്ടാഞ്ചേരി കടക്കുന്നവൻ ഇസ്രയേലിൽ ചെല്ലുമെന്ന് ബൈബിളിനകത്തുണ്ടോ? രണ്ടാമത്തെ രക്തചന്ദ്രൻ ഉള്ളവരെടുത്തോ? ഇതാ ദൈവത്തിന്റെ വചനം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം. ബൈബിൾ ഉള്ളവരെടുത്തോ? നാളെ നിങ്ങൾക്കും പ്രസംഗിക്കാം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 5, 6, 7 വാക്യം വായിച്ചാട്ട് മോനെ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന്, ഇസ്രായേലെ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേളിൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങളെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. വചനം എത്ര ക്ലിയർ. എസെക്കിയേൽ പ്രവചനം കണ്ടില്ലേ? 2650 കൊല്ലം മുമ്പ് മഹാദൈവ കേബാർ നദീ തീരത്തിരുന്ന് എസെക്കിയേലിനെ കൊണ്ടുപോയി താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികളെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു കാറ്റടിച്ചാ ഇവർ നിവർന്ന് നിൽക്ക്. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ച് മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ചിതറിയവരോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എഴുന്നേൽക്ക. ഈ അസ്ഥികളുടെ മേൽ ഞാൻ ജീവന വരുത്തും. ഈ അസ്ഥികളുടെ മേൽ ഞാൻ തൊക്കിനെ വരുത്തും. അവർ എഴുന്നേറ്റൊരു ജാതിയാകും. ഇതിന്റെ പേര് 2ാം ലോക മഹായുദ്ധം. അലഞ്ഞു കിടന്ന യഹൂദന് ഇസ്രായേൽ എന്ന രാഷ്ട്രം കിട്ടി. സ്വോത്രം. പ്രവചനം കേട്ടാൽ നിങ്ങൾ ഈ രാത്രി മൊത്തം ഇരിക്കും. സ്വോത്രം. അവർ എഴുന്നേൽക്കും. എല്ലാം തകർന്നു പോയതില്ലേ? മുട്ടക്കച്ചവടം നടന്ന് നാട്ടുകാർ അടിച്ചവനാ. സ്വോത്രം. 2ാം ലോക മഹായുദ്ധം 1948 ഏപ്രിൽ മാസം 14-ാം തീയതി പെസഹാ വ്യാഴം. മെയ് 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. യേശു പറഞ്ഞ പ്രവചനം അത്തി തളിർത്തു. ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ. അടുത്തത് 3ാമത്തെ രക്തചന്ദ്രൻ. അബ്രഹാമിനെ ദൈവം എവിടുന്നാ കൊണ്ടുപോയി? മെസ്സപ്പൊട്ടോമിയെന്ന്. നേരെ എവിടെ കൊണ്ടുപോയി? വാഗ്ദത്ത കനാൻ. 1498 കിലോമീറ്റർ. പ്രമാണം എഴുതി കരമടച്ച രസീത് കൊടുത്തില്ല. സ്വോത്രം. സീനായ്, ഗോലാൻ, ഈസ്റ്റ് ജെറുസലേം. 1967 ഇസ്രായേലിന് എത്ര വയസ്സുണ്ട്? 19 വയസ്സുണ്ട്. ഒരു കുഞ്ഞു പയ്യൻ ഡിഗ്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പഠിക്കുന്നു. സ്വോത്രം. അന്ന് 1967 ഏപ്രിൽ 14 പെസഹാ വ്യാഴം. അന്നൊരു യുദ്ധം, അറബ് ഇസ്രായേൽ വാർ. ഇവ ശരിയാകത്തില്ലെന്ന് അടുത്ത രാജ്യക്കാർക്ക് പിടികിട്ടി. സ്വോത്രം. അന്നൊരു യുദ്ധം നടന്നു, അറബ് ഇസ്രായേൽ വാർ. ബൈബിളിനകത്തുണ്ടോ അറബ് ഇസ്രായേൽ വാർ? വായിക്കാം. സങ്കീർത്തനം 83 4-ാമത്തെ വാക്യം. വരുവീൻ. വായിച്ചിട്ട് കുഞ്ഞ്. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കവണ്ണം, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കത്തക്കവണ്ണം നാം അവരെ മുടിച്ചു കളക. കിടക്കുന്ന ഇതിന്റെ പേരാ എല്ലാ രാജ്യങ്ങളും. 6 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ തകർക്കുവാൻ. ഇതെല്ലാം ലോക ചരിത്രത്തിലുണ്ട്. സൗദി അറേബ്യയിലെ നാസർ, ഈജിപ്തിലെ ചക്രവർത്തി, ഇവരെല്ലാം കൂടെ 19 വയസ്സുള്ളവനെ തകർക്കുവാൻ പദ്ധതി വെച്ചിരിക്കുന്നു. മനസ്സിലാക്കണം. അന്നത്തെ ഒരു സംഭവം നിങ്ങൾ കേൾക്കണം. ഈജിപ്തിന്റെ എയർപോർട്ടാ കെയ്റോ. അവിടെ 400 വിമാനം താത്തിട്ടിരിക്കുക ഇവനെ തകർക്കുവാൻ. യഹൂദൻ ആരാ? സാധാരണ പുള്ളിയാന്നോ? അവനോട് കളിക്കാൻ വല്ലവരും പോവോ? പണ്ട് നമ്മുടെ മോർദേക്കായി എന്ന് പറയുന്ന ഒരു അച്ചായൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചത് വല്ലവർക്ക് ഓർമ്മയുണ്ടോ? സ്വോത്രം.
ഹാമാന് സ്വർണ്ണമോതിരമൊക്കെ ഇട്ട് അച്ചായൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് വാട്സപ്പിനകത്ത് നോക്കി ഉച്ചയ്ക്ക് ചിക്കനും കഴിച്ച് കട്ടിലേ കിടന്ന് AC ഇട്ടപ്പോൾ ഇവൻ്റെ ചിരി കേട്ട് അമ്മാമ്മ സേരസ് പറഞ്ഞു, അച്ചായ അവനൊരു യഹൂദന കളിക്കാൻ പോകരുതെന്ന്. ചില അമ്മാമാരെ വാക്ക് കേൾക്കുന്നത് അച്ചായന്മാർക്ക് നല്ലതായില്ലേ, കുഴപ്പത്തിലായിപ്പോയി. എല്ലാം കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. സ്വോത്രം കണ്ടില്ലേ? അപ്പോഴെങ്കിലും കേട്ടാൽ അവനങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവം ആരെ പിടിച്ചു? വസ്തിയെ പിടിച്ചു. എസ്തേറിനെ കൊണ്ട് കാര്യം നിവർത്തിച്ചു. അവസാനം ആരാ? ഹാമാൻ ഉണ്ടാക്കിയ കുരുക്കിനൊക്കെ താര് വീണു. സ്വോത്രം. ഇതാ യഹൂദനോട് കളിച്ച സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ സ്വോത്രം. അതുകൊണ്ടല്ലേ അവനോട്, അതുകൊണ്ടാ സെലൻസ്കി ഇപ്പോഴും അടിച്ചിരിക്കുന്ന. റഷ്യ ആകെ പടഞ്ഞു പടഞ്ഞിരിക്കുക. ബാക്കി പറഞ്ഞു തരാം സ്വോത്രം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കു കുഞ്ഞ്, എന്താ സംഭവിച്ചത്? 400 വിമാനം 5:30 ഫ്ലൈറ്റ് ഓൺ ചെയ്യും. പക്ഷേ 3:30 യഹൂദൻ പ്രാർത്ഥിച്ചിട്ട് 4 വിമാനം ഇസ്രായേലിന്റെ എയർപോർട്ടാണ് ഡേവിഡ് ബെൻ ഗൂറിയോൻ. അവിടുന്ന് 4 വിമാനം 150 മീറ്റർ ഉയരത്തിൽ, 150 മീറ്റർ ഉയരത്തിൽ പ്ലെയിന് റഡാർ കിട്ടത്തില്ല. ആ 150 മീറ്റർ ഉയരത്തിൽ നേരെ എവിടെ പോയി? കെയ്റോയിൽ അടിച്ചു. അന്ന് അറബ് രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞു, യുദ്ധം അവസാനിപ്പിക്കുക. സ്വോത്രം. പ്രമാണമുള്ളായിരുന്നു. കരവടച്ച ഭൂമിയല്ല അന്നെടുത്ത് അപ്പച്ചൻ കാൽ ചവിട്ടിയത്. സ്വോത്രം. ഈസ്റ്റ് ജെറുസലേം, സീനായ്, ഗോലാൻ, യാഫാ ഗേറ്റ്. ഒന്ന് അലഞ്ഞു തിരിയുന്ന യഹൂദന് കാൽ ചവിട്ടുവാൻ 1ാമത്തെ രക്തചന്ദ്രൻ അമേരിക്ക, 2ാമത്തെ രക്തചന്ദ്രൻ അവന് കിട്ടി സ്വന്തം രാഷ്ട്രം. 3 അപ്പച്ചൻ കാൽ ചവിട്ടിയ ദേശമെല്ലാം കരമടച്ച് കേടിച്ചു. ബൈബിളിനകത്ത് ഇയ്യോബ് പറയുന്നില്ലേ, ഒരു വൃക്ഷമായാൽ അത്തി. വായിക്കാൻ മോനെ ഇയ്യോബ് 14:7-9. പ്രത്യാശയുണ്ട്. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കളിക്കും. അമ്മാമ ആരൊക്കെ നിന്നെ വെട്ടിയാലും അത് പൊട്ടിക്കളിക്കും. അടുത്തത്, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അടുത്തത്, അതിന്റെ വേർ നിലത്ത് പഴകിയാലും, അതിന്റെ വേർ നിലത്ത് പഴകിയാലും, കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, നിന്റെ കുടുംബം എഴുന്നേൽക്കത്തില്ലെന്ന് ലോകര് പറഞ്ഞാലും, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ കണ്ണുനീരിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഇന്ന് രാത്രി പൊട്ടിക്കിളിർക്ക് ദൂത് മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സഹോദര സഹോദരി, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ആരൊക്കെ വെട്ടിയാൽ, ആരൊക്കെ നിന്നെ തകർത്ത് കളഞ്ഞാൽ, ഇന്ന് രാത്രി കുറ്റി കെട്ടുപോയാൽ, വിതിരയിൽ നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി വിശ്വാസത്താൽ പറയണം, പരിശുദ്ധാത്മാവിന്റെ കണ്ണുനീരിന്റെ നടുവിൽ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലിന്റെ കണ്ണുനീരിനകത്ത് അവരെ പുറപ്പെടുവിച്ചെങ്കിൽ എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വോത്രം. തുള്ളൻ തുള്ളി, വെട്ടുക്കിളി വെട്ടി, അത് കഴിഞ്ഞ് പച്ചപ്പുഴു നക്കി, വെട്ടിൽ കൊത്തിയെരിഞ്ഞു. ബാബേൽ, മേദ്യപാർസ്യ, ഗ്രീസ്, റോം, അതിന്റെ നടുവിലും 4ാമത്തെ രക്തചന്ദ്രനകത്ത്, 3ാമത്തെ രക്തചന്ദ്രനകത്ത് അവരെ കാൽ ചവിട്ടിയ ദേശം കിട്ടി. 4ാമത്തെ രക്തചന്ദ്രൻ, ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ. 2013 ഏപ്രിൽ 14 പെസഹ വ്യാഴം മലയാളം വാർത്തക്കാർ കൊടുത്തിൽ ഒരു സംഭവം. ഇസ്രായേലിന്റെ അതിർത്തി യാഫാ ഗേറ്റിനകത്ത് വെച്ച് ഒരു സംഭവം ഉണ്ടായി. 80 ടണ്ണുള്ളൊരു കല്ല് 40 വീലുള്ള ട്രെയിലറിനകത്ത് യഹൂദന്റെ ചെറുപ്പക്കാർ വെള്ളക്കൊടിക്കകത്ത് നക്ഷത്രത്തിൽ പൊതിഞ്ഞിട്ട് UN എംബസിയുടെ മുൻപിലും, അതുപോലെ എവിടെ കൊണ്ടുവച്ചു? അമേരിക്കയുടെ എംബസിയുടെ മുമ്പിലും അവിടെ കൊണ്ടുവച്ച് പറഞ്ഞു, ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് ഞങ്ങളുടെ കയ്യിൽ റെഡി. സ്വോത്രം. അന്നത്തെ UN ജനറൽ സെക്രട്ടറി പറഞ്ഞു, അയ്യോ അത് കുഴിച്ചിട്ടാൽ 3ാം ലോക മഹായുദ്ധം. അതിനുശേഷം ആ കല്ല് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? അമേരിക്കയുടെ കോൺസുലേറ്റ് അന്ന് ടെല്ലവീവില് അവിടെ കൊണ്ട് ആ കല്ല് വെച്ചു. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാന്നറിയാമോ? നമ്മുടെ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ. പുള്ളി പറഞ്ഞു, കുഴിച്ചിടരുത്. ഇന്ന് ആ കല്ല് എവിടെയോ അവർ ഒളിച്ചു വെച്ചിരിക്കുക. ഇനി 5ാമതൊരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ, മിണ്ടുന്നില്ലല്ലോ. കോവിഡിന്റെ മറവിൽ വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടെങ്കിൽ ഇന്നത്തെ ചിപ്പും കമ്പ്യൂട്ടറും വഴി ഒരുവൻ വരാൻ പോകുന്നു. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. അങ്ങനെയെങ്കിൽ 5ാമതൊരു രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ യഹൂദന്റെ ആലയത്തിന് വേണ്ടി 80 ടൺ പാറ ഇന്നത്തെ ഈസ്റ്റ് ജെറുസലേമിൽ കുഴിച്ചിടും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പാറ ഇവിടെ വീഴുന്നതിന് മുമ്പ് ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയോ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ട്, നീ ഭൂമിയിൽ പണിയുന്നതൊക്കെയും ഞാൻ ഹല്ലേലൂയ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കും. യഹൂദന്റെ ആലയത്തിന് വേണ്ടി ആ പാറ ഇവിടെ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു കേട്ടു, നാശകരമായ കുഴിയിൽ നിന്ന്
കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റിയെങ്കിൽ ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം കുടിച്ചത്. ആ പാറ ക്രിസ്തുവെങ്കിൽ ആ കല്ല് അവിടെ വീഴുന്നതിന് മുമ്പ് ഹല്ലേലൂയ സഭയ മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമോ. ഇന്ന് രാത്രി വിദുരേ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലോ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവോ. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രണ്ട് ദേവാലയം കാണത്തില്ല. ഒന്നാമത്തെ ദേവാലയ സമാഗമന കൂടാരം, രണ്ടാമത്തെ ആലയം ശലോമോന്റെ ആലയം, മൂന്നാമത്തത് കോരശിന്റെ ആലയം, 4 കേരോദാവിന്റെ ആലയം തകർന്നു. ഇന്നിവിടെ ഒരു ആലയമുണ്ട്. ഏതാ ആലയം? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സഭയാം ദേവാലയം. യഹൂദന്റെ സിനഗോഗിനകത്ത് ചുവന്ന പശുവിനെ അറുത്ത് യാഗം നടക്കുന്നതിന് മുമ്പ് കാൽവറിയിലെ ചങ്കിലെ ചോരയോ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി വിദുരേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വത്രം. നമ്മുടെ സൂര്യൻ എന്താകും? ജെ സോമനാഥ് ISRO ചെയർമാൻ, ഞാൻ യൂട്യൂബിലും ഇന്റർനെറ്റിലും കൊടുത്തിട്ടുണ്ട്. സാറ് പറയുന്നത് എന്താണെന്നറിയോ? 2035 കൂടി സൂര്യൻ മിക്കവാറും ഉറങ്ങാൻ പോകുന്നു. മനുഷ്യ അന്യഗ്രഹങ്ങളിൽ പോകണമെന്ന്. സ്വത്രം. സന്തോഷം ഇല്ലല്ലോ, തീർന്നില്ല. അത് കഴിഞ്ഞ് അമേരിക്ക പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോഗ്രഫി. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സയൻസ് ശാസ്ത്രജ്ഞൻ ആരാന്നറിയാമോ? അമേരിക്കയിലെ ബെർക്കിലി ക്യാമ്പസിൽ ഇരിക്കുന്ന ഫ്രാങ്ക് ഹിൽ. ഈ കോവിഡ് വന്നതിന് ശേഷം അത്ര ഓർമ്മ കിട്ടുന്നില്ല. ബോസ് നട്ടൊക്കെ പോയെന്നാ തോന്നുന്നത്. മറ്റേത് കറക്റ്റ് ആയിരുന്നു. സ്വത്രം. ഇപ്പം അത്രയും വരുന്നില്ല. ബെർക്കിലി ക്യാമ്പസിൽ ഇരിക്കുന്ന ഫ്രാങ്ക് ഹിൽ അദ്ദേഹം പറയുന്നു 2035 സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. അതിൻ്റെ പേര് ഡേ ഓഫ് ലോർഡ്. ബൈബിളിനകത്തുണ്ടോ? സൂര്യൻ ഉറങ്ങും, ചന്ദ്രൻ രക്തതുല്യമാകും. യോവേൽ 2:31 വായിക്കാം. സ്വത്രാഴ്ചയിലേക്ക് വാ. യോവേൽ 2:31 വായിച്ചിട്ട് മതി. യോവേൽ പ്രവചനം 2:31 ഡേ ഓഫ് ലോർഡ്, യഹോവയുടെ. വായിച്ചട്ടെ. യോവേൽ പ്രവചനം യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ. യഹോവയുടെ വലുതും ഭയങ്കരവും. ഇംഗ്ലീഷ് ഇത് പറയുന്ന ഡേ ഓഫ് ലോർഡ്. ആരാ? TPM ഇത് പറയുന്നത്. യഹോവയുടെ വലിയ ദിവസം, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോവും. ഇപ്പൊ ക്ലിയർ ആയില്ലയോ? മിണ്ടുന്നില്ലല്ലോ. യേശു ഒലിവുമലയിൽ പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും, സൂര്യൻ പോകും. വെളിപ്പാട് പുസ്തകത്തിൽ എന്താ? ഭൂകമ്പം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു, സൂര്യൻ ഉറങ്ങും, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ്. യോവേൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും മാറും. എന്നാൽ ഇവിടുത്തെ സൂര്യൻ ഇവിടെ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി ഉദിക്ക്. തൊഴുത്തിൽ നിന്ന് ചാടി വരുന്ന കിടാങ്ങളെ പോലെ നാം അവന്റെ വരവിൽ എടുക്കപ്പെടാനായി. ഇന്ന് രാത്രി വിദുരേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. കോവിഡ് അല്ല, അതിനുശേഷം സൂര്യനിലെ ഭൂമിയിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വിദുര പട്ടണത്തിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1.25 ഇല്ല, 1.5 ഇല്ല, 2 ഇല്ല, ഏകനാമം, യേശുവിന്റെ നാമം. ഇന്ന് രാത്രി വിദുരയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സന്തോഷമുള്ളവർ ആ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. ഇത്രയും നല്ല കാലാവസ്ഥ ദൈവം നമുക്ക് തന്നല്ലോ. 2 കാര്യങ്ങൾ 20 മിനിറ്റ് കൊണ്ട് പാടി അവസാനിപ്പിക്കും. ആരും പോകരുത്. നിങ്ങൾ വിചാരിക്കും ഇത്രയും സമയം പോയത് ഒരു പ്രസംഗം ഒരേ നിലയിൽ പോയത് കൊണ്ടാണ് ഇതുവരെ ആയത്. ഇനി നാം 2 ഭാഗങ്ങൾ ചിന്തിച്ചു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും. ഇന്നത്തെ ഇവിടുത്തെ സംഭവങ്ങൾ കോവിഡ് അനന്തരം, അതിനോടനുബന്ധിച്ച് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രയേൽ, പ്രകൃതിയിൽ വന്ന ദുരന്തങ്ങൾ കോവിഡിനോടനുബന്ധിച്ച്. ഇനി 2 കാര്യങ്ങൾ കോവിഡാനന്തര കാലത്ത് ഇവിടെ പ്രവേശനം ചെയ്തു. 1, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം അതിപ്രസരം. 2, ഉക്രൈൻ. ഇത് 2 പറയുമ്പോൾ ഈ രാത്രി അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണം സമാപിക്കും. ഇന്ന് രാത്രി കണ്ടോ, ഇപ്പോൾ നമ്മൾക്കിവിടെ കോവിഡ് വന്നപ്പോൾ നമ്മൾ മാർക്കറ്റിലും ചർച്ചിലും എല്ലായിടത്തും ചെന്നപ്പോൾ നമ്മുടെ കൈമേലും നെറ്റിമേലും ചൂട് നോക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്ക്, മുംബൈ IIT, കാക്കനാട് ഇൻഫോ പാർക്ക്, അത് കഴിഞ്ഞ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇവിടെയെല്ലാം ചൂട് നോക്കുവാൻ റോബോട്ട് വന്നു. റോബോട്ട് അഥവാ യന്ത്ര മനുഷ്യൻ. കണ്ടോ,
സൗദിക്കാരി പെൺകുട്ടി ആദ്യമായി വന്നു. സോഫിയ, മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ഈ റോബോട്ട് എവിടെ പോവും? തീർന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിൽ കിടക്കുന്നു. അവളുടെ പേര് വ്യോമമിത്ര. വട്ടിയൂർക്കാവിൽ ISR ഉണ്ടാക്കിയ റോബോട്ട് ഇന്ന് ബാംഗ്ലൂരിൽ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റോബോട്ടുകൾ സംസാരിച്ചു തുടങ്ങി. ഈ റോബോട്ട് എവിടെ വരും? അതിലേക്ക് കടക്കാൻ പോകുന്നു. അതിനാസ്പദമായി വെളിപ്പാട് 13:15 മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മിണ്ടുന്നില്ലല്ലോ. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം. 1 രക്തചന്ദ്രഗ്രഹണം അമേരിക്ക. 2 രക്തചന്ദ്രൻ ഇസ്രയേലിന് രാഷ്ട്രം. 3 പാലും തേനും പിടിക്കുന്ന കനാൻ ദേശം, അബ്രഹാമിന്റെ കുഞ്ഞുങ്ങൾ, ഈസ്റ്റ് ജെറുസലേം. 4 അവരുടെ ആലയത്തിന് കുഴിച്ചിടാനുള്ള കല്ല് അവരുടെ കയ്യിലെത്തി. 5 ഇത് കുഴിച്ചിടുന്നതിന് മുമ്പ് മണവാട്ടി സഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പക്ഷേ ആലയം എതിർ ക്രിസ്തു പണിയും. ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. യേശു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് എന്ത് കൊണ്ടുവരും? വായിക്കും. മത്തായി സുവിശേഷം 24:15-16 വാക്യങ്ങൾ. കമ്പ്യൂട്ടർ ഇവിടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശ്വസ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അടുത്തത് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. എന്താ ഈ സോഫിയ, നീര, റാഡ, വ്യോമമിത്ര? ഇന്ന് കോവിഡ് കാലത്ത് നമ്മുടെ ചൂട് മുഴുവൻ അളക്കാൻ റോബോട്ടുകൾ വന്നെങ്കിൽ ഈ റോബോട്ടിനെ എവിടെ കൊണ്ടുവെക്ക്? യഹൂദന്റെ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും. അതാ യേശു പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ റോബോട്ടുകൾ അന്ത്യകാലത്ത് രംഗപ്രവേശം ചെയ്യും. ദാനിയേൽ പ്രവാചകൻ എഴുതി, ആന്റി ക്രൈസ്റ്റ് വരും, ആലയം പണിയും, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. കമ്പ്യൂട്ടർ, അതിന്റെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കേട്ടവർ കൈ ഉയർത്തിയാട്ടെ. AI ആർട്ടിഫിഷ്യൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. ഇപ്പൊ ഇവിടെ നെടുമങ്ങാട് ഏതൊക്കെയോ എഞ്ചിനീയറിംഗ് കോളേജ് കോഴ്സ് വന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തൊടുപുഴക്കാരൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് സംസാരിക്കുന്ന കമ്പ്യൂട്ടറിന് സ്വത്രം. നീര, റാഡ, മിത്ര, സോഫിയ. അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടറിനെ ആലയത്തിനകത്ത് കൊണ്ടുവെക്കും. യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങുമോ? സ്വത്രം. ഇന്ന് രാത്രി അവൻ വറങ്ങത്തില്ല. മോശയെ സീനായുടെ മലമുകളിൽ സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയി. എന്നിട്ട് 750 പ്രമാണം, 10 കൽപ്പന, പുറപ്പാട് 20. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും, ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. യഹൂദൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമസ്കരിക്കുമോ? ഇല്ല. അന്ന് അവരുടെ തല വെട്ടിമാറ്റ്. ആ കാലത്തെ യേശു പറഞ്ഞു, പീഡാകാല രക്തസാക്ഷികൾ. കോവിഡ് ഒരു അന്ത്യകാലം. അതുകൊണ്ട് യോഹന്നാൻ 9:4 പറയുന്നു, എന്താ പറയുന്നത്? ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. സ്വത്രം. വിതരക്കാരെ, നിങ്ങൾ ഇതൊക്കെ കേട്ടോ? സ്വത്രം. പണ്ട് ഇതിന്റെ ഒന്നും തെളിവായിട്ടില്ല. അങ്ങനെയെങ്കിൽ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ സംസാരിക്കുമോ? 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 തെസ്സലോനിക്കർ 2:4. അവൻ വായിച്ചാട്ടെ. അവൻ മൈക്കോണാക്കിയോ മക്കളെ? അവൻ 2 തെസ്സലോനിക്കർ 2:4 നാട്ടുകാർ കേൾക്കട്ടെ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്ന പൂജാവിഷയം എന്ന പേരുള്ള കമ്പ്യൂട്ടർ സകലത്തിനും ഇത് തന്നെത്താൻ ഒരു എതിരാളി അത്രേ. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എന്റെ യേശു. തന്നെത്താൻ താഴ്ത്തി കൊടുത്തവൻ കാൽവറിയിൽ. എന്നാൽ എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയായി ആലയത്തിനകത്ത് അവന്റെ കമ്പ്യൂട്ടർ വരാൻ പോകുന്നു. അതിനെ വണങ്ങാൻ പറയും, വണങ്ങത്തില്ല. അതാ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത. ഇന്ന് വരെ നമ്മുടെ കൈ ചൂട് നോക്കിയോ? അങ്ങനെയെങ്കിൽ റോബോട്ട് ചൂട് നോക്കിയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മൃഗത്തിന്റെ പ്രതിമ ദൈവാലയത്തിനകത്ത് വരാൻ കാലമായി ഈ കോവിഡിന്റെ മറവിൽ. എന്നാൽ ഇന്ന് രാത്രി പറയണം, മൃഗത്തിന്റെ പ്രതിമ ദൈവാലയത്തിനകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വരും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിനകത്ത് 2 കള്ളന്മാരുടെ നടുവ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം
പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടുവെങ്കിൽ, ഒരു പടയാളി അവന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് 5.5 ലിറ്റർ രക്തം വാർന്നൊരുങ്ങിയെങ്കിൽ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക എന്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി സമയത്തിലും അസമയത്തിലും നാഥൻ വെളിപ്പെടും. ഇന്ന് രാത്രി വിതുര പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പ് നീ ഒരുങ്ങിക്കൊള്ളുക. കമ്പ്യൂട്ടറിന്റെ 5ാമത്തെ പതിപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യഹൂദന്റെ ആലയത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ സ്വർഗം തുറന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ആക്റ്റീവാണ്. ഞാൻ പറയും, കല്യാണവും മരണവും വരുമ്പോൾ പൗർണസിന് പൊക്കോണമെന്ന് പറഞ്ഞു. സ്വോത്രം അന്നമ്മച്ചി കൊണ്ട് പോയി. സ്വോത്രം കോവിഡ് മാറിയാലും ഇത് മാറത്തില്ല, ആര് റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ സകലരും കമ്പ്യൂട്ടർ പഠിച്ചെങ്കിൽ മനുഷ്യനെ ഓൺലൈനിൽ കൊണ്ടുവരുവാൻ കോവിഡ് ഒരു മുഖാന്തരം ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത 3 ഭാഗങ്ങൾ. 1, സൂര്യൻ ഉറങ്ങും. 2, രക്തചന്ദ്രൻ. 3, ഇസ്രയേലിന്റെ ആലയം പണിയും. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും. അവനെ വണങ്ങാൻ പറയും. യഹൂദൻ വണങ്ങത്തില്ല. അന്ന് അവന്റെ തല വെട്ടിമാറ്റും. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് അന്നവർ മലകളിലേക്ക് ഓടിപ്പോകുക. അതിന് മനുഷ്യനെ മുഴുവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടുവരുവാൻ സകലരും ഓൺലൈൻ വഴി ചെക്ക് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതാലയത്തിനകത്ത് സാത്താന്റെ പ്രതിമ വരും. ആ പ്രതിമ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം നാം കാണും. കാലം സമീപമായി. അടുത്ത ഒറ്റ ഭാഗ്യം കൂടെ, റഷ്യ ഉക്രൈൻ വാർ. എന്താ റഷ്യ ഉക്രൈൻ വാർ? എന്താ? ബൈബിളിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. റഷ്യ സാധാരണ പുള്ളിയല്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളൊന്ന USSR, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. സ്വോത്രം. അതിനെ 1990 6ആയി വെട്ടിമുറിച്ചു. സഖാവ് EMS അറിയത്തില്ല, AKGക്ക് അറിയത്തില്ല, പിണറായിക്ക് അറിയത്തില്ല, ആനാവൂരിന് ഘടകംപള്ളിക്ക് ശിവൻകുട്ടിക്കും അറിയത്തില്ല. സ്വോത്രം. പക്ഷെ ഞങ്ങൾക്കറിയാം റഷ്യ വെട്ടിമുറിക്കുമെന്ന്. എസക്കേൽ 38 ഉണ്ട്. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗ് ആരാ? ഗോഗ് വീണുപോയ ദൂതൻ നോഗയുടെ കൊച്ചുമക്കൾ, ഇന്നത്തെ ഗോഗ്. അടുത്തതുണ്ട് മാഗോഗ്, അതിന്റെ പേരാ ചൈന. ആ റഷ്യയിൽ 90 ഒരു ഭരണാധികാരി വന്ന്, മിഖായൽ ഗർബച്ചോവ്. സ്വോത്രം. അദ്ദേഹം റഷ്യയെ ഗ്ലാസ് നെസ്റ്റ് പെരിസ്ട്രായിക്ക അത് വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ചെച്ചിനിയ. സ്വോത്രം. രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കാം. ഞാനൊക്കെ ബിരുദം നേടി, എനിക്ക് എന്താ പറയാൻ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ റഷ്യ വെട്ടിമറിക്കുമെന്ന് 2650 കൊല്ലം മുമ്പ് ബൈബിളിൽ ഉണ്ടായിരുന്നു. സ്വോത്രം. ഇപ്പൊ വായിക്കുമ്പോ അറിയാം. ഇവിടുത്തെ എല്ലാവരും കേൾക്കണം. സ്വോത്രം. അന്ന് റഷ്യ 1970 ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം റഷ്യ അമേരിക്ക സംയുക്ത യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച്. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേരാ ജോൺ എഫ് കെന്നഡി. കേട്ട നാട്ടുകാർ, വിതരക്കാര്. അന്ന് റഷ്യയും അമേരിക്കയായിട്ട് ഒരു കരാർ ഒപ്പുവെച്ച്. അന്നായി നാറ്റോ വരുന്നത്. അന്ന് റഷ്യ അമേരിക്ക ഒരു കരാർ ഒപ്പുവെച്ചു. റഷ്യയുടെ തൊട്ടടുത്ത് അമേരിക്കയുടെ ഒരു താവളവും ഞങ്ങൾ പണിയത്തില്ലെന്ന്. സ്വോത്രം. അപ്പോൾ ഈ 2000-നോടനുബന്ധിച്ച് ഉക്രൈനകത്ത് ഒരു ഭരണാധികാരി ഇങ്ങോട്ട് മാറി വന്നു. 14 ആയപ്പോൾ ഈ സെലൻസ്കി ആരാന്നറിയാമോ? അവന്റെ മമ്മി യഹൂദ സ്ത്രീയ, ചിതറിപ്പോയ യഹൂദനിൽ. അതുകൊണ്ടാണ് ഇപ്പോഴും അടിച്ചടിച്ച് നിൽക്കുന്നത്. അവൻ 2014 എന്തോ ചെയ്തു? അമേരിക്കയിലെ ബരാക് ഒബാമയുടെ കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ എന്തോ ചെയ്യണം? നാറ്റോയിൽ ചേർക്കണം. സ്വോത്രം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞു, പറഞ്ഞു അപ്പൊ റഷ്യായിട്ട് ഉടക്കാം. അതുകൊണ്ട് അമേരിക്ക ബൈഡൻ പറഞ്ഞു വേണ്ട. ബരാക് ഒബാമ ട്രംപിന്റെ അടുത്ത് എന്ന് കത്ത് കൊടുത്ത്. അപ്പോഴേ പുട്ടിന് പിടികിട്ടി, അവൻ കയ്യാല മാന്താൻ തുടങ്ങിയെന്ന്. സ്വോത്രം. 2014 തൊട്ട് കയ്യാല മാന്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. ഇപ്പൊ വീണ്ടും കത്ത് കൊടുത്തപ്പോൾ എന്താ കുഴപ്പം? റഷ്യ സാധാരണ പുള്ളിയല്ല. 1800 യുദ്ധവിമാനമുള്ള 2100 വരെ ഫൈറ്റർ അവൻ്റെ കയ്യിലുണ്ട്. 265 യുദ്ധക്കപ്പൽ ആണവ അന്തർവാഹിനി അവൻ്റെ കിടപ്പുണ്ട്. ലോകത്തിൽ അമേരിക്കയുടെ കാശുമില്ല. സ്വോത്രം. അപ്പോൾ റഷ്യയുടെ പുടിൻ വിചാരിച്ചു, ഇവൻ ഇങ്ങനെ കത്ത് കൊടുത്താൽ ഉക്രൈനിൽ അമേരിക്കയുടെ സൈനിക താവളം വരും. അങ്ങനെ അതെ പിന്നെ റഷ്യ പ്രസംഗിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്
എൻ്റെ വീട്ടിൻ്റെ കയ്യാലയോട് ചേർന്ന് ബോബസ് അപ്പുറത്തെ ചിന്നമാമ 4 തെങ്ങും തൈ വെച്ചാൽ ഞാനെന്തോ ചെയ്യും? രാത്രി കൊണ്ട് യോഗം കഴിഞ്ഞിട്ട് മണ്ണെണ്ണ അതിൻ്റെ മേലൊഴിക്കും. സ്വോത്രം. ഇത്ര ഓർത്താൽ മതി സംഭവം. സ്വോത്രം. തൊട്ടപ്പുറത്ത് അമേരിക്കയുടെ ഇപ്പുറത്ത് റഷ്യ ഉക്രൈനിൽ കൊണ്ട് താവളം കൊണ്ട് പണിഞ്ഞാൽ റഷ്യയുടെ സകലത് ചോർത്തിയെടുക്കും. അപ്പം പുടിൻ വിചാരിച്ചു യവൻ്റെ കസേര തീർക്കണം. സ്വോത്രം. അതിന് തുടങ്ങിയതാ റഷ്യ ഉക്രൈൻ വാർ. സ്വോത്രം. എല്ലാവരും പറഞ്ഞു എന്തോ ഇപ്പം ലോകമഹായുദ്ധം വരും. കഷ്ടം. ഈ റഷ്യയുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഈ അവൻ്റെ സെലൻസ്കിയുടെ കാല് വലിച്ചിട്ടിട്ട് അവർ പറയുന്ന ഒരു പാവ അവിടെ ഇരിക്കണം. അതിൻ്റെ അടിയ കീവ് ഓർക്കീവ് പിന്നെ മെഡേസപ്പോൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പിന്നെ ഉക്രൈൻ്റെ പുറത്ത്. സ്വോത്രം. ഇനിയുണ്ട് ഒന്ന് അടുത്തടി. ഏതാ അടുത്തടി? ഞാൻ പറഞ്ഞുതരാം. ആ അടി നിങ്ങൾ കാണാൻ പോകുന്നത് ചൈന തൈവാനെ അടിക്കും. അതാ ബൈബിൾ മത്തായി 24:7 വിഷയമുണ്ട്. എന്താ മത്തായി 24:7 പറയുന്നത്? യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കോവിഡ് കാലത്ത് നിങ്ങൾ കേൾക്കും. സ്വോത്രം. കണ്ടില്ലേ? അതിൻ്റെ പേര് ഈ റഷ്യ ഉക്രൈൻ 3ാം ലോക മഹായുദ്ധം ഒന്നും പോകത്തില്ല. സെലൻസ്കിയെ മാറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. അത് ഇപ്പം സെലൻസ്കി ഭയങ്കര പുള്ളിയാ. നാറ്റോയെ എടുക്കാഞ്ഞപ്പോൾ അവ യൂറോപ്യൻ യൂണിയൻ്റെ കത്ത് കൊടുത്തു. സ്വോത്രം. ഇസ്രയേൽ മാത്രമേ അവനെ സഹായിച്ചുള്ളൂ. യഹൂദനായിട്ട് 100 ടൺ ഭക്ഷണം കൊടുത്തു. പിന്നെ ഈ അടി വന്നപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരാരാ? മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സ്വോത്രം. നമ്മുടെ മോഡി സാർ പറഞ്ഞു കേട്ടില്ലോ, എല്ലാവരും പറഞ്ഞു ഇന്ത്യ ഇടപെടണം. ഉടനെ നമ്മുടെ ജയശങ്കർ മോഡി സാറും പറഞ്ഞു അരാം കരോബായി ശാന്തി ഹോ ജാവോ സുമ്മാതാ. സ്വോത്രം. ഇന്ത്യ റഷ്യക്കെതിരെ മിണ്ടത്തില്ല. ഇന്ത്യയുടെ ആണവ അന്തർവാഹിന്റെ റഷ്യയുടെ ഇല്ലേ സ്പെയർ പാർട്ടിന് നട്ടു ഇങ്ങോട്ട് കിട്ടിയല്ലോ. സ്വോത്രം. ഈ അന്തരീക്ഷത്തിൽ പറന്ന് കിടക്കുന്ന സുഖോയി 30 ഉണ്ട്. സ്വോത്രം. ഇതാര്യ? റഷ്യയുടെ. സ്വോത്രം. അടുത്ത നിങ്ങൾ കാണാൻ പോകും ഒരു അന്തിമ യുദ്ധത്തിലേക്ക്. ഏപ്രിൽ മാസം കാണാൻ പോകുന്നു. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ചെറുപ്പക്കാരെ ഇന്ത്യ വരാൻ പോകുന്നു. മോഡി സാർ ഇപ്പോഴേ കാർപ്പറ്റ് ഇട്ടിരിക്കുക. മേരാ ബായി ആകെയാന്ന്. സ്വോത്രം. യവനുണ്ടെങ്കിലേ ഇന്ത്യക്ക് നിൽക്കാൻ പറ്റൂ. നാട്ടുകാർ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാർ മുഴുവൻ കേൾക്കണം. ഇന്ന് ഇന്ത്യ നിൽക്കുന്ന ആരുടെ സപ്പോർട്ടില്ല? ഇസ്രയേലിന്റെ സപ്പോർട്ട്. സജു ജാത്തന്നൂരല്ല പറഞ്ഞ മേജർ രവി. സ്വോത്രം. അത്തി തളർത്തു. തിരുവനന്തപുരത്ത് പാങ്ങോട് എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ. പാങ്ങോട് കൈയൊന്ന് ഉയരട്ടെ. പാങ്ങോട് അവിടെ മിലിറ്ററി ക്യാമ്പ്. അവിടെ ഹിന്ദിക്കാരവിടെ ഇപ്പോൾ ഉണ്ട്. ബായി ഇസ്ക അന്തർ കിസ്ക ബന്ധൂക്കെന്ന് ചോദിക്കണം. ഇതിനകത്ത് ആരുടെ തോക്കെന്ന് ചോദിക്കണം. ഉടനെ പറയും ബായി ഇസ്രയേൽ കാ ബന്ധൂക്കെന്ന്. സ്വോത്രം. ഇസ്രയേലിന്റെ തോക്ക അവിടെ ഇരിക്കുന്നത്. ഈ വിതരക്കാർ കേൾക്കട്ടെ. അതിന്റെ പേരാ ടൈവർ ടാർ 21. സൈന്യത്തിന്റെ കാര്യം വരെ പറഞ്ഞുതരാം. ടൈവർ ടാർ 21. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ വാജ്പേയിയെ അദ്വാനിയെ ജയിപ്പിച്ചത് ആരുടെ തോക്കാന്നറിയാമോ? ഇസ്രയേലിന്റെ തോക്ക. സ്വോത്രം. അതുകൊണ്ട് മോഡി സാറിനൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് ബാലാക്കോട്ട് ഭീകരാക്രമണം, പാകിസ്ഥാന്റെ മണ്ടക്കിട്ട് റോക്കറ്റ് അടിച്ചത് ഇസ്രയേലിന്റെ റോക്കറ്റ് അത്തി തളിർത്തു. സ്വോത്രം. പിന്നെ ഇവിടുത്തെ എല്ലാവരെയും അവർ ഊറ്റുന്നേ ഉള്ളൂ. അതിന്റെ പേരാ പെഗാസ. സ്വോത്രം. 2018 ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചു. സോണിയാഗാന്ധിയുടെ മോള് പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ഇസ്രയേൽ ചോർത്തിയെന്ന്. സ്വോത്രം. അന്ന് ഇവിടുത്തെ പെന്തിക്കോസുകാർ പോസ്റ്റിട്ട് ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. എൻ്റെ സുഹൃത്ത് ഇസ്രായേലിലെ അക്കൗണ്ടന്റ് അവിടെ വന്ന വാർത്തയാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പം ആരും പോസ്റ്റ് ഇടുന്നില്ല. ആരെയൊക്കെ ഊറ്റിക്കൊണ്ടുപോയി? പെഗാസസ്. പ്രസിഡന്റിന്റെ ഊറ്റി, പ്രധാനമന്ത്രിയുടെ ഊറ്റി, കരസേനയുടെ ഊറ്റി, ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്നതിൻ്റെ മൊബൈൽ ഒരു ഊറ്റി. പെഗാസസ്. സ്വോത്രം. ഇവിടുത്തെ റോസിമോൾ സംസാരിക്കുന്ന ഇസ്രയേൽ പിടിച്ചിട്ട് ഓൺലൈൻ വഴി പ്രധാനമന്ത്രിക്ക് കൊടുക്കുമെന്ന്. പെഗാസസ്. തീർന്നില്ലേ? അവനില്ലാതെ കാര്യം നടക്കത്തില്ല. മേജർ രവി പറഞ്ഞിരിക്കുന്നു. ചൈന വിറച്ചുകൊണ്ടിരിക്കുന്നു. പാങ്ടോങ് ഗൽവാൻ. എന്നാൽ കോവിഡ് കാലത്ത് ചൈനയായിട്ടൊരു അടിയുണ്ടായിരുന്നു. 45 എണ്ണത്തിനെ ഇന്ത്യക്കാർ കൊന്നു കളഞ്ഞു. സ്വോത്രം. ചൈന വിടുവ ഭാഷ. സ്വോത്രം. അപ്പൊ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ആയിരുന്നു. ഇന്ത്യക്കാരെ തൊട്ട വിവരം അറിയുമെന്ന് പറഞ്ഞു. അന്നാ ചൈന മിണ്ടായിരുന്നു. സ്വോത്രം. കയ്യാലെല്ലാം നമ്മൾ പിടിച്ച് റോഡും വെട്ടി. സ്വോത്രം. കണ്ടില്ലേ? ഈ ഏപ്രിൽ മാസം പത്രത്തിൽ വന്ന് കാണത്തില്ല. അടുത്ത ഏപ്രിൽ ആദ്യത്തെ ആഴ്ച നിങ്ങൾ നോക്കണം. ഇസ്രയേൽ വാർത്ത എഴുതി കാണിച്ചു തുടങ്ങി. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി 49കാരെ ഇന്ത്യ വരുന്നു ചപ്പാത്തി തിന്നാൻ. മേരാ ബായി ആകെയാ. സ്വോത്രം. അത്തി തളിർത്തു. കൊമ്പിളതായി. വേനലെടുത്തു. സ്വോത്രം. യവനില്ലാത്ത വാർത്തയുണ്ടോ ഗുരു? അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ഉലകത്തിന്റെ അവസാനത്തിന് അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. സ്വോത്രം. യഹൂദനില്ലാത്ത വല്ലതും ഉണ്ടോ? സെലൻസ്കിയോട് ഇപ്പൊ മരുന്നും കൊടുത്തിരിക്കുക. ഇപ്പൊ യഹൂദൻ പറയും നീ ഒന്ന് താഴെ ഇറങ്ങണം, യുദ്ധം ഒന്ന് നിർത്തണമെന്ന്. അടിച്ചടിച്ച് നമ്മുടെ പൊട്ടിനും ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുക. സ്വോത്രം. ഇപ്പൊ 2 പേർക്കും അടി നിർത്തിയാൽ മതി. അങ്ങനെയെങ്കിൽ അടി ഇവിടെ തീരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഒരന്തിമ അടി വരും. ആ അടി ഏതാ? വായിക്കാം. റഷ്യയുടെ നേതൃത്വത്തിൽ പുടിൻ മാറിയാൽ ഇസ്രയേലിനെ ആക്രമിക്കും. വായിക്കാം പാസ്റ്ററെ. ഇതൊരു സാമ്പിളാ.
തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ റഷ്യ ഉക്രൈൻ. സഭ എടുക്കപ്പെട്ടാൽ വായിക്കാം. എസെക്കിയേൽ 39:1-2. എല്ലാ രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗിനെ കുറിച്ച്, ഗോഗ് റഷ്യ വീണുപോയ ദൂതൻ. അടുത്തത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ മതി ഭാഷ ഓടിക്കരുത്. രോഷ് റഷ്യ, മേശക് ഇന്നത്തെ മോസ്കോ, ട്രൂബൽ ഇന്നത്തെ സൈബീരിയ. ഇപ്പൊ ബൈബിൾ എന്തായി? സ്തോത്രം. 2650 കൊല്ലം മുമ്പ്, റഷ്യ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രവാചകനായ എസെക്കിയേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് റഷ്യ, മോസ്കോ, സൈബീരിയ. ഈ പുസ്തകം എടുക്കാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി യോഗ്യതയുണ്ട്? സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന പുടിൻ വരുന്നതിന് മുമ്പ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ്, സെലൻസ്കി വരുന്നതിന് മുമ്പ്, അമേരിക്കയുടെ ബൈഡൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് എഴുതി റഷ്യയും മോസ്കോയും സൈബീരിയയും. സ്വോത്രം. അതുകൊണ്ടല്ലേ കവല തോറും ചങ്ക് കയറി പ്രസംഗിക്കുന്നത്. സ്വോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു പട്ടണത്തിൽ പ്രസംഗിച്ചു, കോഴിക്കോട് കോടഞ്ചേരി. രാഷ്ട്രീയക്കാർ മുഴുവൻ കോടഞ്ചേരി മലയിൽ താമരശ്ശേരിക്ക് ഇപ്പോൾ സ്കൂൾ ഗ്രൗണ്ട് 1000 പേരെങ്കിലും കാണും, ലൈവ് കിടപ്പുണ്ട്. സ്വോത്രം. അവസാനം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, അപ്പം ഞങ്ങളുടെ ലൈനിലുള്ളതായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിക്കാരൻ ലാസ്റ്റ് എൻ്റെ അടുത്ത് എന്ന് ചോദിക്കുക, പാസ്റ്റർ ഇത്രയും ആവേശത്തോടെ, സ്വോത്രം, ഞങ്ങൾ രാഷ്ട്രീയക്കാർ പോലും പ്രസംഗിക്കത്തില്ല. സ്വോത്രം. ഞാൻ പറഞ്ഞ എന്താ ആവേശത്തിൽ പ്രസംഗിക്കാൻ കാര്യം? എൻ്റെ മുന്നിലിരുന്ന മരണത്തിൻ്റെ ന്യായവിധിയെ കാൽവറിക്കകത്ത് മാറ്റിക്കൊണ്ട് അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തെങ്കിൽ, സ്വോത്രം, അവനെ ഉയർത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുവാ അവകാശം? സ്വോത്രം. സ്വോത്രം. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരുതരം പ്രസംഗിക്കത്തില്ല. സ്വോത്രം. സമ്പത്തൻ്റെ സീനിയർ ആയിരുന്നു ഇവിടുത്തെ മുൻ MP. സ്വോത്രം. ചോദിച്ചു നോക്ക്, പേര് ചോദിച്ചു നോക്ക്. സ്വോത്രം. പുള്ളി 2 മണിക്കൂർ പ്രസംഗിക്കൂ, 2 മണിക്കൂർ പഠിച്ചാലും പ്രസംഗിക്കത്തില്ല. പക്ഷെ ഞങ്ങളുടെ അകത്ത്, ഇതിനകത്ത് കയറുമ്പോൾ ഒരു അഭിഷേകമുണ്ട്. കല്ലറകളെ പൊട്ടിച്ച് മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അഭിഷേകം. സ്വോത്രം. ഇന്ന് രാത്രി കാല് തളര, കൈ തളര, ഒരു പക്ഷെ സ്റ്റേജിനകത്ത് കുഴഞ്ഞു വീണ് മരിക്കാം. പക്ഷെ ഞങ്ങളുടെ അവസാന ശ്വാസം വരെ പോകുന്നത് വരെ മരണത്തിന്റെ ന്യായവിധിക്കകത്ത് ഞങ്ങളെ പിടിച്ചുയർത്തിയ ഒരു കരമുണ്ട്. ആ കരമാ യേശുവിന്റെ കരം. സ്വോത്രം. സ്വോത്രം. ഇവരെ പുറയൊക്കെ നിന്നിരുന്ന ബോസ് എനിക്ക് ഒരു MLA MP ഒക്കെ ആവായിരുന്നു. സ്വോത്രം. അത്രയും ക്ലിയർ ആയിട്ട് പോയത് ഈ നേതാക്കന്മാർക്ക് മുഴുവനും എന്നെ അറിയാം. സ്വോത്രം. ഞങ്ങളുടെ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധുസാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ ഇവിടെ അടുത്തില്ല പുള്ളി. സ്വോത്രം. പേര് മാത്രം പറഞ്ഞാൽ മതി, അപ്പം അറിയാം നമ്മുടെ കാര്യം. സ്വോത്രം. പക്ഷെ എന്താ, കാൽവറിയിലെ സ്നേഹം ഞങ്ങളെ മാടി വിളിച്ചതുകൊണ്ട് അവസാനത്തുള്ള ശ്വാസം പോകുന്നത് വരെ ഞങ്ങൾ യേശുവിനെ ഉയർത്ത്. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാ ബൈബിളിന്റെ വിശുദ്ധി. ഇന്നേക്ക് 2650 കൊല്ലം മുമ്പ് ഭക്തനായ യെഹെസ്കേൽ എഴുതി വെച്ചു, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയുന്നത് വായിച്ചാട്ട് പാസ്റ്റർ. രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റഷ്യ, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച്. ഒരു സെക്കൻഡ് പാസ്റ്റർ, സമയം പോലെ. അസർബൈജാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ചെച്ചന്യ 6 വെട്ടിമുറിക്കുന്നു. സ്വോത്രം. ചിന്നമ്മാമ നല്ല നെമ്പയും മേടിച്ച് വെട്ടുന്ന പോലെ റഷ്യ വെട്ടോന്നാ മാമ ഈ എഴുതിയേക്കുന്നു. സ്വോത്രം. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടില്ലേ? 90 മീക്കായൽ, ഗർബച്ചോ, ഗ്ലാസ്നെസ്റ്റ്, പെരിസ്ട്രോയിക്ക. സ്വോത്രം. ഇതാ ബൈബിളിന്റെ തനിമ. ഇനി അവസാന കാലത്തും കാനാവിലെ കല്യാണം പറയരുത്, യേശു വരാറായി. സ്വോത്രം. പ്രവചനം അങ്ങോട്ട് പ്രസംഗിക്കുക. അതുകൊണ്ടല്ലേ വിതിരെ ഞങ്ങൾ ഇത് പറയുന്നു. സ്വോത്രം. അടുത്തത് വായിച്ചാട്ടെ, വായിച്ചാട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് പുറപ്പെടുവിച്ച് വടക്കേ അറ്റ സൈബീരിയ, ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. സിറിയ വഴി ഇസ്രായേലിനെ ആക്രമിക്കും. അതാ 3ാം ലോക മഹായുദ്ധം. അല്ലാതെ ഈ ഉക്രൈനും ചെച്ചിനെയും റഷ്യ കൂടെ അടിച്ചിട്ട് നാട്ടുകാരെനിക്ക് ഫോൺ ചെയ്യരുത്, ഇപ്പം തീരുമെന്ന്. സ്വോത്രം. ലൈവ് പോകുന്നോണ്ടാ പറയുന്നത്. ഇത് ഈ ഗർഭിണിക്ക് പ്രസവവേദന തുടങ്ങുന്നത് പോലെ ഈറ്റുനോവിൻ്റെ ആരംഭം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ലേബർ പെയിൻ. അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈൻ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് പോകത്തില്ല. ഇത് എന്താ, ഉക്രൈൻ്റെ ഭരണാധികാരി മാറ്റപ്പെടും. പക്ഷെ പുടിൻ മാറിക്കഴിഞ്ഞാൽ ഇനി ആരാ റഷ്യ എന്ന് വരത്തില്ല. ആ റഷ്യയിലുള്ള ചക്രവർത്തി ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ആ ശബ്ദം ഇപ്പൊ എത്ര ശബ്ദം കേട്ട്? ഉക്രൈനകത്ത് 400 വിമാനം ഒറ്റ രാത്രിയിലാണ് കയറിയ. കീവിനകത്ത് എത്ര ബോംബാ വലിച്ചിട്ട്, വാക്വം ബോംബ്. അങ്ങനെ ഒരു ശബ്ദം നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ കണ്ടില്ല. എത്ര ദിവസം യുദ്ധം മറ്റേ പരിപാടിയില്ല. എന്നാൽ ഒരന്തിമ യുദ്ധത്തിൽ 90 ലക്ഷം ജനമുള്ള 2.5 ഡിസ്ട്രിക്ട് വലിപ്പമുള്ള ഇസ്രയേലിന്റെ നേർക്ക് ആയിരക്കണക്കിന് റഷ്യയുടെ വിമാനങ്ങൾ കയറാൻ കാലമായി. എന്നാൽ ആ ധ്വനി അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള, തന്റെ കാന്തയെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരിക. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. തീർന്നില്ല. സാമ്പിള് തുടങ്ങി. താലിബാൻ. കണ്ടോ, ചൈനയുടെ സിൽക്ക് പാത.
സംശയം ഉണ്ട് ആർക്കെങ്കിലും കാണാം. അജി ബ്രദർ ഇതെല്ലാം പോസ്റ്റ് ചെയ്തരും. ചൈനയുടെ സിൽക്ക് പാത. എന്താ ചൈനയുടെ സിൽക്ക് പാത? ക്രിക്കറ്റിനകത്ത് നമ്മുടെ ദ്രാവിഡ് വിക്കറ്റ് ഇട്ടോലെ വീണ് തുടങ്ങി രാജ്യങ്ങൾ. ഒന്ന് അഫ്ഗാൻ, അടുത്തതാര്? പാകിസ്ഥാനിലെ ഇമ്രാൻഖാൻ ഇപ്പം വീട്ടിൽ ഇരിക്കും, ഔട്ടായിട്ട് ബൗണ്ടറിന്ന് സെഞ്ചുറിയൊക്കെ പോയി, സ്വത്രം. 2 ഇമ്രാൻഖാൻ. അത് കഴിഞ്ഞ് ഇറാൻ കഴിഞ്ഞിട്ട് ഇറാഖ് കഴിഞ്ഞ ഒരു നദിയുണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അപ്പുറത്തൊരുത്തനുണ്ട് തുർക്കി. അവൻ്റെ പേരാ തോയ്ബ് എർദോഗൻ, പള്ളി പിടിച്ചത്. ഇതൊക്കെ പറഞ്ഞ ബൈബിളും ചരിത്രവും രാഷ്ട്രീയം ഉണ്ടെങ്കിലേ പ്രസംഗിക്കാൻ പറ്റൂ. തോയ്ബ് എർദോഗൻ അവൻ ഡബിൾ പ്ലേ ഹാഗിയ സോഗിയ പള്ളി പിടിച്ചവൻ. അവൻ ഇപ്പം റഷ്യയോടും ചേർന്ന് ഇസ്രായേലിനോടും നാറ്റോടും ഒക്കെ സംസാരിച്ചത്. തുർക്കിയിൽ നിന്ന് 2 ബോർഡറുണ്ട്. ഒന്ന് സിറിയ, ലെബനോൻ. അവിടെ നിന്ന് ആരെ അടിക്കാം? ഇസ്രയേലിനെ അടിക്കാം. ആ പാതയാ ചൈനയുടെ സിൽക്ക് പാത, സിൽക്ക് കൊറിഡോർ. ബൈബിളിനകത്തുണ്ടോ? ഏഷ്യാനെറ്റിലെ വിനുവും മാതൃഭൂമിയിലെ സ്മൃതിയൊക്കെ ചൈന പാത എന്ന് പറയുമ്പോൾ ബൈബിളൂടെ തുറക്കണം, ഇത് ബൈബിളിലുണ്ടെന്ന്. എന്തിനാ? ഒരു റോഡ് റെഡി, ചൈനയുടെ സിൽക്ക് പാത. അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് യൂഫ്രട്ടീസ്, അത് കഴിഞ്ഞാൽ തുർക്കി. റഷ്യയും ചൈനയും സപ്പോർട്ട് കൊടുക്കും. അറബ് രാജ്യം ചേർന്ന് ഇസ്രയേലിനെ അടിക്കാൻ വരുന്ന പാതയാ ചൈനയുടെ സിൽക്ക് പാത. അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വായിക്കാം, ബൈബിളിലുണ്ടോ? യെശയ്യാ പ്രവചനം 19:23. ചൈനയുടെ സിൽക്ക് പാത. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാക്കും. അശൂരിയർ മിസ്രൈമിലേക്കും മിസ്രൈമൻ അശൂരിലേക്കും ചെല്ലും. മതി. ആ റോഡ് ഇന്ന് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചൈനയുടെ സിൽക്ക് പാത. ഇന്ത്യക്ക് ആശങ്ക. ഇന്ന് രാത്രി റോഡ് വെട്ടാൻ തുടങ്ങി ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി. എന്നാൽ കാകളത്തിങ്കൽ എടുക്കപ്പെടുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? സ്വോത്ര. ഇന്ന് രാത്രി അതിനു വേണ്ടി ചങ്ക് കീറി, ഈ ഹല്ലേലൂയ നെഞ്ച് കീറി പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി യുദ്ധത്തിന് വേണ്ടിയുള്ള റോഡ്, ചൈനയുടെ സിൽക്ക് പാത ഒരുങ്ങി. അപ്പച്ചി ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? സ്വോത്ര. എന്താ? കർത്താവിന്റെ വരവിലെടുക്കപ്പെടണ്ടേ. ഇന്ന് രാത്രി ദേശത്ത് സുവിശേഷം കേൾക്കുന്നവരെ, യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല. യേശു ക്രിസ്തു ഒരു സംഘടനയുടെ ദൈവമല്ല. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് രാത്രി റോഡിനകത്തോ തെരുക്കോണിനകത്തോ, കഴിഞ്ഞ രാത്രി പ്രസംഗം കേട്ടു, ഇന്ന് രാത്രി പ്രസംഗം കേട്ടു. ഇന്ന് രാത്രി കോവിഡ് കാലത്ത് 1.5 വയസ്സ് മുതൽ 85 വയസ്സ് വരെ ഉള്ളവർ മരിച്ചു. ബ്രദർ, സിസ്റ്റർ, ഈ രാത്രി റോഡിനകത്തോ വീടിനകത്തോ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. എന്നാൽ ഇന്ന് രാത്രി മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? അങ്ങനെയെങ്കിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ മേഘാരൂഢനായി വരാൻ കാലമായി. ഇന്ന് രാത്രി ആരെങ്കിലും വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങും പോണ്ട, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറയണം, യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്. മകനെ, മകളെ, യേശു എന്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്ത, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി. അവനെ തീപ്പൊയ്കയിൽ തള്ളിയിട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി വിതുരേ, അന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോന്നു. എന്നാൽ ആ ധ്വനി മുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുവാൻ ആരുണ്ട്? സ്വോത്ര. ഇന്ന് രാത്രി കരങ്ങൾ ഉയരണ്ട. പ്ലെയിനകത്ത് പോയവർക്കറിയാം, ഒരു വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ 7 കാര്യം വേണം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 വിസ, 4 ബാഗേജ്, 5 ഇമിഗ്രേഷൻ, 6 ബോഡി, അത് കഴിഞ്ഞിട്ട് 7 സെക്യൂരിറ്റി മുഴുവൻ ചെക്ക്. 7ാമത്തെ കഴിയുമ്പോൾ നമ്മളെ ഒരു സീറ്റിൽ കൊണ്ടിരുത്തും. പ്ലെയിൻ വരുമ്പോൾ കവാടങ്ങൾ തുറക്കും. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ 7 അടിസ്ഥാന ഉപദേശം. 1, താങ്കൾ രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അതിൻ്റെ പേര് രക്ഷ. രക്ഷിക്കപ്പെട്ട കുഞ്ഞെന്തോ ചെയ്യണം? അനുദപിക്കണം. അറിയായ്മയുടെ കാലങ്ങളിൽ കവർച്ച, കൊട്ടേഷൻ, പാപം, അതിനെ അനുദപിക്കണം. 3, മാനസാന്തരപ്പെടണം. മദ്യപാനം, പുകവലി, കഞ്ചാവ്, മയക്കുമരുന്ന്, ഗുഡ് ബൈ. ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. ഈ 3 കാര്യം ചെയ്ത കുഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കണം. പെന്തിക്കോസ് ചേരാനല്ല, ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോടുള്ള
ചേരുവാനുള്ള നല്ല മനസാക്ഷി. സ്നാനമേറ്റ നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ ആരാധിക്കുന്ന നീ കാൽവറി മരണമോർത്ത് തിരുമേശയിൽ പങ്കാളിയാകണം. ആ പങ്കാളിയാകുന്ന നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിച്ചു പറയും, എന്റെ കാന്തേ, എന്റെ പ്രാവേ. കുഞ്ഞാടിന്റെ കല്യാണവും വന്നു, തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാറയുടെ പിളർപ്പില് കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. നെടുമങ്ങാട്ടും വിതുരയിലും പറന്തോടും തുള്ളിക്കോട്ടും ഈ ബൈബിൾ എടുത്ത അപ്പച്ച അമ്മച്ചി, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്നൊരു നാഥൻ വരാറായി. നിന്റെ കുടുംബം വേണ്ട, പാരമ്പര്യം വേണ്ട, PhD വേണ്ട, ഈ ജീവന്റെ വചനമെടുത്ത കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു വരാറായി. രാത്രി ഞാൻ നിർത്താൻ പോവുക. സാൽവേഷൻ ആർമിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സാൽവേഷൻ ആർമിയുടെ സ്ഥാപക നേതാവ് ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം റോയൽ പോലീസ് ലണ്ടനിലെ ഏറ്റവും വലിയ ഓഫീസറായിരുന്നു. അതുകൊണ്ടാണ് ഈ സാൽവേഷൻ ആർമിയിലെ ആൾക്കാർക്കെല്ലാം ഈ തോളയിൽ സ്റ്റാർ SI-മാരുടെ കണക്ക് സ്വോത്രം അത് അവർക്ക് കിട്ടിയതാണ്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അദ്ദേഹം എന്ത് ചെയ്തു? വലിയൊരു ചർച്ച് പണിഞ്ഞു. പാവപ്പെട്ടവന് പോകാൻ പറ്റത്തില്ല. ആ ചർച്ചിനകത്ത് ആര് പോയെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരൻ പോയി. 1 കിലോമീറ്റർ അപ്പുറത്ത് നല്ല പാട്ട് കേട്ട് അവൻ്റെ ഒരു ചെരുപ്പൂത്തിയുടെ മകനാണ്. അവൻ്റെ പേരാ സാമുവൽ ബെർൺ. അവിടെ യോഗത്തിന് അവൻ ചെന്നപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, നിന്റെ അപ്പൻ്റെ പേരെന്തുവാ, അഡ്രസ്സ് എന്തുവാ? അപ്പം പറഞ്ഞ്, അപ്പൻ ചെരുപ്പൂത്തി, ഞാനും ചെരുപ്പൂത്തി. ആര് പറഞ്ഞു? ഇതെല്ലാം പോലീസ് ഓഫീസേഴ്സ്, നല്ല ആൾക്കാർ വരുന്നത്. പൊക്കോളാൻ പറഞ്ഞു. സ്വോത്രം. അവൻ പോയി. 2-ാം വർഷം യോഗം നടന്നു. വീണ്ടും അവൻ എവിടെ ചെന്ന്, എനിക്കൊന്ന് കയറണം, പ്രാർത്ഥിക്കണം. സെക്യൂരിറ്റി പറഞ്ഞ്, കഴിഞ്ഞ വർഷം നിന്നോട് പറഞ്ഞതാ, ഇവിടെ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥരും പോലീസുകാരും പട്ടാളക്കാരും ഒരെണ്ണം പറഞ്ഞു. സ്വോത്രം. നാടൻ ഭാഷ. 3-ാമത്തെ വർഷം യോഗം നടന്നപ്പോൾ ഈ സാമുവൽ ബെർഗ് ചെന്ന് സെക്യൂരിറ്റി വെച്ച്, എന്തിനാ വന്ന്? പ്രസിഡന്റിനെ ഒന്ന് കാണാൻ വന്നത്. നല്ല കാര്യം, അദ്ദേഹത്തെ പോയി കണ്ടോ, പ്രാർത്ഥനയ്ക്കേണ്ട. പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ വില്യം ബൂത്ത് അവനോട് സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ചോദിച്ചപ്പോൾ, എന്ത് സർട്ടിഫിക്കറ്റ്? സ്വോത്രം. ചെരുപ്പ് തൂക്കാറിയാതെ അവൻ്റെ സർട്ടിഫിക്കറ്റ്. വില്യം ബൂത്ത് പറഞ്ഞു, ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്, ഈ പട്ടാള ഓഫീസേഴ്സിൻ്റെ ഷൂവാ മുഴുവൻ വെക്കുന്നൊരു പെരയുണ്ട്, നീ അവിടെ ഇരുന്ന് തൂക്കുക, കഞ്ഞി കുടിക്കുക. സ്വോത്രം. അവ സന്തോഷത്തോടെ സ്വീകരിച്ച്. എത്ര വർഷം ഇരുന്നെന്ന് അറിയാം? 16 വർഷം. ഞങ്ങളായിരുന്നു എപ്പോഴേ മതിലിയാടിയാൻ. റൂത്തിൻ്റെ കൂടുള്ള അമ്മാമ മതിലിയാടിയുള്ള. സ്വോത്രം. അവൻ 16 വർഷം അവിടെ ഇരുന്നു. 16-ാമത്തെ വർഷം ലണ്ടനിൽ ഒരു കൺവെൻഷൻ, സാൽവേഷൻ ആർമിയുടെ ജനറൽ കൺവെൻഷൻ. 2 ദിവസം ലണ്ടൻ മിഷണറീസ്. വെള്ളി ശനി, വ്യാഴം വെള്ളി. ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് ഓഫീസിൽ ഇരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നൊരു ഫോൺ. ഇംഗ്ലീഷുകാരൻ, ഐ ആം സോ ടയേർഡ് നോട്ട് കം ദിസ് കൺവെൻഷൻ. ഞാൻ വരത്തില്ലെന്ന്, ടയേർഡാണ്. വില്യം ബൂത്ത് 10,000-കണക്കിന് പേര് കൂടുന്ന കൺവെൻഷന് പായ്ക്കാത്തൂർ ഒറ്റ നിലവിളി, മുട്ടുമടക്കി. സ്വർഗം പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. നിന്റെ ഷൂപ്പരെ 16 വർഷമായിട്ട് ഒരുത്തം കിടപ്പുണ്ട്, ഓടിക്കോളാൻ പറഞ്ഞു. അവനെ വിളിക്കുക. സ്വോത്രം. അപ്പം അദ്ദേഹം പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞ, അവൻ ഒരു യോഗ്യതയില്ല, ബൈബിൾ കോളേജ് അറിയത്തില്ല. സ്വർഗം പറഞ്ഞു, ഞാൻ പറഞ്ഞ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. സ്വോത്രം. ഷൂപ്പരയിലോട്ട് ഓടി. അവൻ താടിയും മുടിയൊക്കെ കിടക്കുന്ന സാമുവൽ ബെർഗിനോട് ചോദിച്ച്, ദൈവാത്മാവ് പറഞ്ഞ് ഇന്ന് വൈകിട്ട് നീ സ്റ്റേജിനകത്ത് പ്രസംഗിക്കണമെന്ന്. ഒറ്റച്ചാട്ടം ബൈബിൾ എടുത്തിട്ട് പറഞ്ഞ്, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. സ്വോത്രം. ഇന്ന് രാത്രി ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചു. അന്ന് രാത്രി എന്തോ ചെയ്തെന്നറിയാമോ? അവൻ പ്രസംഗിച്ചു. ലണ്ടന്റെ ചരിത്രത്തിൽ 3000 പേർ യേശുവിനെ കൂടിയുള്ള രക്ഷ സ്വീകരിച്ചു. സാൽവേഷൻ ആർമിയുടെ ചരിത്രം. പിറ്റേന്ന് രാത്രി കൺവെൻഷന്റെ കടശി യോഗം. അന്ന് രാത്രി ഡോക്ടർ വില്യം ബൂത്ത് കോട്ട് സൂട്ട് ഊരിയിട്ട് പറഞ്ഞു, ഒരു പേപ്പർ ഉയർത്തി, ഐ ആം റിസൈൻ മൈ പോസ്റ്റ്. എൻ്റെ പോസ്റ്റ് രാജിവെക്കുക. ടുമാറോ ഹൂ ഈസ് ദ ലീഡർഷിപ്പ് ഇൻ അവർ സാൽവേഷൻ ആർമി? ദാ കാണുന്നു സാമുവൽ ബെർഗ്. യവൻ നാളെ നമ്മുടെ സഭയെ നയിക്കും. സ്വോത്രം. ഇന്ന് രാത്രി പൊട്ട കിണറ്റിനകത്ത് നീ വീണാൽ, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നീ വീണാൽ, അടിമ ചന്തക്കകത്ത് നീ കടന്നാൽ, കാരാഗ്രഹത്തിൽ പട്ടിണി കഞ്ഞി കുടിച്ചാലും, യോസഫെ നിന്റെ പിൻപിൽ ഒരു ദർശനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം എത്ര കഴിഞ്ഞാൽ, സമയം എത്ര പോയാൽ, ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മറുപടി. നീ കൊട്ടാരത്തിനകത്ത് നിനക്കൊരു ചെയർ ദൈവം ഒരുക്കി തരും. സ്വർണ്ണ സരിപ്പള നിനക്ക് ദൈവം ഒരുക്കി തരും. നിന്നെ തള്ളിക്കളഞ്ഞവർ നിന്നെ അന്വേഷിച്ചു വരും. ദൂത് മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 16 കൊല്ലം ചൂപ്പറയ്ക്ക് ഒരുത്ത് ബൈബിൾ വായിച്ചു കിടന്നപ്പോൾ സ്വർഗത്തിൽ ദൈവം അവനെ സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ് ആക്കിയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ വചനമെടുത്ത ദൈവത്തിന്റെ ദാസന്മാര്, വചനമെടുത്ത സിസ്റ്റർമാര്, അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ കൂടെയുണ്ട്. 2022 വിളിച്ചു പറ, ഭ്രമിച്ചു നോക്കണ്ട, അവൻ എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം ഇന്ന് രാത്രി വിതിര പറ, അവൻ എന്നെ സഹായിക്കും. അവന്റെ നീതിയുടെ വലങ്കര എനിക്ക് വേണ്ടി വെളിപ്പെടും. ദൂത് മനസ്സിലാക്കുന്നവർക്കായി 2022 എത്ര കോവിഡ് വരട്ടെ, ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കുക. ക്രൂശിലെ കരം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രി പറയണ, ഇപ്പോൾ
ഓപ്പറേഷൻ ഗംഗ കേട്ടോ? എത്ര പേരുണ്ട് ഓപ്പറേഷൻ ഗംഗ? കൈ ഉയർത്തുന്നില്ലല്ലോ. ഉക്രൈനിലെ പിള്ളേരെ കൊണ്ടുവന്ന പേര് അമ്മാമ മാത്രം കൈ ഉയർത്തി, ബാക്കിയെല്ലാം ദിലീപിന്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം അന്വേഷിക്കുന്നത് നമ്മുടെ പയ്യനുണ്ട്, സ്വോത്രം കൊച്ചിയിലുണ്ട്, മിണ്ടത്തില്ല ഞാൻ കാര്യങ്ങൾ. എത്ര പേരെ കയറെ കഴുത്ത് വരാൻ പോവുക. സ്വോത്രം പാടുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കും. അപ്പോൾ കേട്ടോ സ്വോത്രം. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ഗംഗ എന്താ? ഉക്രൈനിലെ പിള്ളേരെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുവാൻ എയർ ഇന്ത്യ, ഇൻഡിഗോ, അത് കഴിഞ്ഞിട്ട് ഗ്ലോബ് മാസ്റ്റർ, പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്ന് അടുത്ത വിമാനത്താവളത്തിൽ നിന്ന് ഈ വിമാനം എവിടെ പോയി? റൊമേനിയ, ബുക്കാറസ്റ്റ്, ബുഡാപെസ്റ്റ്. ഏഷ്യാനെറ്റെങ്കിലും കാണണം. അവിടെ ചെന്നപ്പോൾ ഏത് വിദ്യാർത്ഥികളെ കയറ്റിയ? പാകിസ്ഥാൻകാരെ കയറ്റിയോ? അമേരിക്കക്കാരെ കയറ്റിയോ? ഇന്ത്യയുടെ വിമാനത്തിൽ ആരെ കയറ്റി? ഇന്ത്യ പാസ്പോർട്ടുള്ളവരെ കയറ്റി. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിമാനം ഇറങ്ങി വരാൻ കാലമായി. അതിന്റെ പേരാ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ഏതാ? ഇന്ത്യൻ വിമാനം ഇന്ത്യക്കാരെ തേടി ബുക്കാറസ്റ്റിൽ എത്തിയെങ്കിൽ ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കാൻ കാലമായി. ഒരു മണവാട്ടിയെ കൊണ്ടുവരാൻ യേശു വരാൻ കാലമായി. ആരാ മണവാട്ടി? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി.